കോട്ടയത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കേരളം നാണം കെട്ട മൂക്ക് പൊത്തേണ്ടതാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് യുവതികളെ ഈ കോട്ടയം ജില്ലയിലെ ഒരു സങ്കേതത്തിലെത്തിച്ച് ഒളിസങ്കേതത്തിൽ എത്തിച്ച് തീക്കോയിലെത്തിച്ച് അവിടെ അവർ ഗർഭിണികളാകുന്നു. പിന്നെ അവരെ ഗർഭകാല പരിചരണമൊക്കെ കഴിഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ കുട്ടിയെ കൊടുത്തിട്ട് അവർ സ്ഥലം വിടുന്നു. വാടക ഗർഭപാത്രമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നിയമപരമായി ഒരുപാട് വ്യവസ്ഥകൾക്കകത്തുകൂടി നിയമപരമായ എല്ലാ നൂലാമാലകളും കടന്ന ശേഷമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ടൊക്കെ ചില ദമ്പതികളൊക്കെ പോകുന്നത്. ഇതങ്ങനെയല്ല, ദത്തെടുക്കൽ, കുട്ടികളെ ദത്ത് നൽകുന്നതിനാണ് ഇത് നടത്തുന്നത്. ദത്തെടുക്കൽ നമുക്കറിയാം. ദത്തെടുക്കുമ്പോൾ ഒരുപാട് നിയമ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ ദത്തെടുക്കാൻ പര്യാപ്തരാണോ, അവർക്ക് ഇനി മക്കളുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ തുടങ്ങിയ മെഡിക്കൽ പരിശോധനകളും സാമ്പത്തിക ചുറ്റുപാടുമൊക്കെ അന്വേഷിച്ചിട്ട് ഒരു ലോൺ എടുക്കുമ്പോൾ സിബിൽ സ്കോറൊക്കെ നോക്കുന്നത് പോലെ ഈ ദത്തെടുക്കാൻ പോകുന്ന ദമ്പതികൾക്ക് ക്വാളിറ്റി ഉണ്ടോ, ഗുണമുണ്ടോ, അവരുടെ സ്വത്ത് എത്രയുണ്ട്, അത് ദത്തെടുക്കുന്ന കുട്ടിക്ക് അതിലൊരു വിഹിതം എഴുതി വെക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കടമ്പകൾ കടന്നാണ് ദത്തെടുക്കൽ കർമ്മം അല്ലെങ്കിൽ ദത്തെടുക്കൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്നാൽ ഇവിടെ സ്ത്രീകളെ കൊണ്ട് പാർപ്പിച്ച് അവർ പ്രസവിക്കുമ്പോൾ കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവർ തിരികെ പോകണം കാശുമായി. 3 ലക്ഷം രൂപ വരെയാണ് വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഇപ്പോൾ പിടിക്കപ്പെട്ടു. കുറച്ച് ആളുകളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അവരിൽ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്നത്. ഇത് എന്തുമാത്രം ആശങ്കാജനകമാണ്. ഈ കുട്ടിയുടെ സുരക്ഷിതത്വം 1, 2 യുവതിയുടെ സുരക്ഷിതത്വം. ആ യുവതി പൈസ വാങ്ങിപ്പോകുന്നു, അത് നിയമവിരുദ്ധം തന്നെയാണ്. അതിനൊക്കെ നിയമപരമായ ശിക്ഷാ നടപടികളും ഉണ്ടാകും. പക്ഷേ ഈ കുട്ടിയുടെ സുരക്ഷ എത്രമാത്രമുണ്ട്? അത് മാത്രമല്ല, ഒരു ഗർഭിണിയെ പലതവണ സ്കാനിങ്ങിന് വിധേയരാക്കുന്നുണ്ട്. ഈ സ്കാനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവരെ തിരിച്ച് അയക്കുന്ന രീതിയുണ്ട്. അവർക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുന്ന രീതിയുണ്ട്. എന്തിന്, പ്രായം കുറഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവരെ പ്രസവിച്ച ശേഷം അവരെ കച്ചവടം ചെയ്യാനുള്ള തന്ത്രം വരെ ഈ ക്രിമിനലുകൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് തികച്ചും ശിക്ഷാർഹമാണ്. ഇത് കേരളത്തിലാണ് നടക്കുന്നതെന്നറിയുമ്പോൾ നമ്മൾ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്.